അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്താണെന്ന് നമുക്കറിയാം. പടിപടിയായി മദ്യവർജനമായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തികച്ച ദിവസങ്ങൾ ഇനി ബാക്കിയില്ല. അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പം ഈ രീതിയിൽ മദ്യമൊക്കെ ഓൺലൈൻ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയാൽ സ്വാഭാവികമായും പ്രതിപക്ഷം അത് ആയുധമാക്കും. ഒരു പ്രശ്നമുള്ളത് ഘടകകക്ഷികളുടെ വിരുദ്ധ താല്പര്യം ഉണ്ടാകും. അവരോട് മറുപടി പറയേണ്ടി വരും. ഈ പ്രതിപക്ഷം ഇത് ആയുധമാക്കും. പിന്നെ സർക്കാരിന്റെ ഒരു സമീപനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക കൂടി ആയിരിക്കുമോ? ആര്യ, അതിനു മുമ്പ് ഈ മദ്യപന്മാരുടെ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ഇത്രത്തോളം പിന്തുണ ലഭിക്കുന്ന മറ്റൊരു സംഭവം കണ്ടിട്ടില്ല. കാരണം ഏകകണ്ഠമായ ഒരു പിന്തുണയാണ് മദ്യപന്മാരിൽ നിന്ന് ഈ പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് ക്യൂ നിൽക്കുക, മുഖം മറച്ചൊക്കെ, ചിലരൊക്കെ മുഖം മറച്ചൊക്കെ ഹെൽമറ്റും ഒക്കെ ഇട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ എത്താൻ പറ്റാത്തവർക്കും വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് സർക്കാർ ഇതിന് അനുകൂലമാകാനുള്ള സാധ്യത കുറവാണ്. കാരണം പടിപടിയായി മദ്യവർജനം, മദ്യ ഷോപ്പുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് സർക്കാർ നയമെങ്കിലും ഒരുപാട് ബാറുകൾക്കൊക്കെ അനുമതി നൽകി. ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള പ്രപ്പോസൽ സർക്കാർ അതിനും അനുമതി നൽകിയിരുന്നു. പക്ഷേ ഈ മദ്യം സാർവത്രികമാക്കുന്ന ഈ ഡോർ ഡെലിവറി സിസ്റ്റം അനുകൂലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കഴിഞ്ഞ മദ്യനയത്തിലും ഇതിന് അനുകൂലമായൊരു നിലപാടുണ്ടായിട്ടില്ല. പക്ഷേ ബെവ്കോ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന്, ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രായപൂർത്തിയാകാത്തവരും ഒക്കെ ഈ മദ്യം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ വ്യാജമദ്യത്തിന്റെ ഇടപാടുകൾ ഇതിന്റെ മറവിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബെവ്കോ MD ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് രണ്ട് സാധ്യതകളും ഇല്ല, അത്രയും സുരക്ഷിതമായിട്ട് തന്നെയായിരിക്കും ഇത് നടപ്പാക്കുകയാണെങ്കിൽ ഇതിന് സംവിധാനം ഏർപ്പെടുത്തുക. മാത്രമല്ല, ഈ മദ്യം ഓർഡർ ചെയ്തത് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ ഡെലിവറി ബോയ് കൃത്യമായി ID കാർഡ് നോക്കി ഈ മദ്യം വാങ്ങിച്ച ആൾ അത് 23 വയസ്സിന് മുകളിലുള്ള ആളാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കൊടുക്കാവൂ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകും എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സോഫ്റ്റ്വെയർ തന്നെ ഈ മദ്യവിൽപ്പനയ്ക്കും അനന്തരിലേക്കും ജിബിനിലേക്കും മടങ്ങി വരാം. നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം പോലും ആയിട്ടില്ല. സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് ഒരു അപേക്ഷ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇത്രയും അധികം പിന്തുണ ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആശയം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് നമ്മുടെ